വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ രഞ്ജിനി ഹരിദാസ് ഒരു ടി വി ഷോയിൽ പറഞ്ഞിരുന്നു. അതായത് ഇവിടെയുള്ള സ്ത്രീകൾ വിവാഹം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ തീരാവുന്ന അഹങ്കാരം ഇവിടുത്തെ ആണുങ്ങൾക്കുള്ളൂ. അന്ന് അതിനെ നമ്മളെ ആണുങ്ങൾ ഭയങ്കരമായിട്ട് എന്തിനാ അവളെ തെറി പറയുകയും പങ്കാളിയുടെയൊക്കെ ചെയ്തത്. സ്ത്രീകളെ കാര്യം നോക്കാൻ ആളാണ്, സ്ത്രീകളായിട്ടൊരു ബന്ധമില്ലാത്ത, സ്ത്രീകളെ കൾച്ചറായിട്ടൊരു ബന്ധമില്ലാത്ത അവളാരാണ് സ്ത്രീകളുടെ കാര്യം പറയാൻ, അവൾക്കെന്താ കുടുംബം എന്താ മറ്റെന്താ അറിയാതെ വെച്ചിട്ട് അതിന് തോതിൽ വിമർശനം അവൾക്ക് നേരിട്ടേനെ. അതിപ്പോൾ എന്തായി, ഇപ്പം നെട്ടോട്ട് ഓടേണ്ട അവസ്ഥയായി. ആരെ ഈ സ്ത്രീകളോടൊക്കെ കല്യാണം കഴിക്കേണ്ടതെന്ന് പറഞ്ഞു. സ്ത്രീകളോട് കല്യാണം കഴിക്കേണ്ടതല്ല, ഒരു ശരിക്കും പറഞ്ഞാലേ ഒരു കാലഘട്ടം ഇവരോട് തന്നെ ചെയ്തതിൻ്റെ പ്രതിഷേധമാണെന്ന് പറയേണ്ടി വരും. അതായത് ഒരു മനുഷ്യനെ എത്ര സമയമാണ് സംരക്ഷണം എന്നോ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പിടിച്ചു നിർത്തുക എന്ന് പറയല്ലേ, അതിൻ്റെ വേറൊരു മുഖം റിലീസ് ചെയ്ത് പുറത്ത് വരുന്ന ഒരു ഫീലാണ് ഇപ്പം യഥാർത്ഥത്തിലുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങളെയും പുറത്ത് എന്താണ് പുറം ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഞങ്ങളെ കൂടെ കൂടിയാൽ മതി എന്ന് പുരുഷനോട് സ്ത്രീകൾ പറയണ പോലെ ഒക്കെയാണ് ഫീൽ ചെയ്ത് തിരിഞ്ഞു വന്ന്. അല്ല ഞാൻ പറയാ, അവളെന്നാ പറഞ്ഞത് അത് അച്ചട്ടായി പോയി, അല്ലാത്തൊരു വർത്താനം പോയി. അത് കുറേ കൂടി മുന്നോട്ടുള്ള അന്ന് കാഴ്ചയുള്ള സ്ത്രീകൾ എന്ന് പറയില്ലേ, അപ്പം രഞ്ജിനെ പോലെ കുറേ ആൾക്കാർ സ്വതന്ത്രമായി നിന്നിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനാവും എന്നുള്ളത് ചിന്തിക്കുമ്പോൾ പുറത്ത് വന്ന കുറേ കാര്യങ്ങളായിരിക്കും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഇപ്പം സ്ട്രഗിൾ ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കണം, ഇത് കിട്ടുമോ കിട്ടൂലേ. ഇപ്പം വേറെ ഒന്നുമില്ല, ഇപ്പോൾ ഈ അഹങ്കാരമുള്ള ആണുങ്ങളോടെയും കണ്ടിട്ടുണ്ടോ ഈ കാലത്ത്? ഇല്ലില്ല. അഭിഷേക് ഗുരുവായൂർ ഒക്കെ പാവങ്ങളാണ്, അഹങ്കാരികൾ ഓടിയില്ല. പ്രത്യേകിച്ച് കല്യാണം കഴിച്ച് നോക്കുന്ന ചെക്കന്മാരൊക്കെ ഭയങ്കര പാവങ്ങൾ, പഞ്ചപാവങ്ങളായി മാറി. അല്ല ഒരു രക്ഷയില്ലേ, എല്ലാവരും പാവങ്ങളായി. കാരണം എന്തിനേയും എത്ര കാലം എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഇതിനെ നിയന്ത്രിക്കാൻ പറ്റണത്. അത് എന്തിൻ്റെ പേരിലാണെങ്കിലും ഓവറായിട്ട് കൺട്രോൾ ചെയ്ത് ഈ പുറം ലോകത്തിൻ്റെ യഥാർത്ഥ രുചി എന്താണെന്ന് ഇവരെ മനസ്സിലാക്കിപ്പിക്കാതെ. ഇപ്പം പുറം ലോകം എന്ന് പറയുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് ഇത് വളരെ നെഗറ്റീവായിട്ട് ഈ കാര്യം തോന്നണേ. അതായത് അവിടെയുള്ള നെറികേടുകൾ, അല്ലെങ്കിൽ ആണുങ്ങളെ കൂടെ പോകുന്നു, പാട്ട് പാടുന്നു, അല്ലെങ്കിൽ പരിപാടികളിൽ പങ്കെടുക്കുന്നു, ഇതൊക്കെ തെറ്റാണ്. അല്ലെങ്കിൽ എല്ലാം ഒരു നെഗറ്റീവ് സെൻസിൽ മാത്രം കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇപ്പോഴും തെറ്റ് തന്നെയാണ്. ഇപ്പോഴും ഞാനതാ പറഞ്ഞ നമ്മളൊരു എന്താ പറയുക, നമ്മളൊക്കെ അയൽവക്കത്തെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ തന്നെ ഇപ്പോഴും ഒരു പുരുഷൻ പുറത്ത് വന്നാണ്ട് ഒന്ന് കോളിംഗ് ബെല്ല് അടിച്ചു കഴിഞ്ഞാൽ ആ വാതിലിൻ്റെ പകുതി മാത്രം തുറന്നിട്ട് പുറത്തേക്ക് നോക്കുന്ന എന്താ സ്ത്രീകളുള്ള നാട് തന്നെയാണ് നമ്മളത്. ഇപ്പോഴും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ. ആകെ മാറിയത് 18 വയസ്സ് വരെയെങ്കിലും കല്യാണത്തിന് കാത്തിരിക്കുന്നു എന്നുള്ളൊരു സംഭവമാണ്. അതെ, നേരത്തെ നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളെ ക്ലാസ്സിലെ കുട്ടികളെ കല്യാണങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ആ കുട്ടി ഏകദേശം 3-4 മക്കളുടെ ഉമ്മമാരായിട്ടൊക്കെ. പണ്ടൊക്കെ വെച്ചാൽ 18 വയസ്സ് കഴിഞ്ഞ പിന്നെ മൂത്ത് 20 വയസ്സ് കഴിഞ്ഞവർ ആർക്കും വേണ്ട. അതായത് ടീച്ചർമാരൊക്കെ ഒരു നാടൻ പണിക്കാരന് ഈസി ആയിട്ട് കട്ടായിരുന്നു, തൊഴിലില്ലാത്തവന്. കാരണം 22-23 വയസ്സായിട്ടുണ്ടാവും മൂത്തിന് ആരും കട്ടല്ല. അങ്ങനെ കുറേ ആലോചനയൊക്കെ നമ്മുടെ നാട്ടിൽ കുറേ ആളുകൾക്ക് വന്നിരുന്നു. പക്ഷെ അന്ന് വയസ്സേറെയാണ്, മൂത്തിന് തന്നെ അവിടെ ഒഴിവാക്കി. അതിനൊക്കെ ഇപ്പോൾ ഖേദിക്കുന്ന കുറേ ആളുകളുണ്ട്. കിട്ടിക്കായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടിട്ട് പറഞ്ഞപ്പോൾ പണി കിട്ടിയപ്പോൾ എല്ലാം കൊണ്ടും മൊത്തത്തിൽ പണി കിട്ടി. പക്ഷെ ഞാൻ ഈ വിപ്ലവം വന്നത് വായനയോടൊന്നുമല്ല, വിഷ്വൽ മീഡിയ. ഇപ്പോൾ ഈ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ യൂട്യൂബോ ഒക്കെ എന്തിനേയും ആഘോഷമാക്കണേ അല്ലെങ്കിൽ എന്തിനേയും ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. ഒരു കണക്കിന് ആ വിപ്ലവം നന്നായി തന്നെയാണ്. അത് കുറേ മനുഷ്യരെങ്കിലും ഇപ്പം ഇവിടെ പുരുഷനാണോ സ്ത്രീയാണോ ഈക്വൽ, പുരുഷനും സ്ത്രീക്ക് ഈ സമത്വത്തിന് വേണ്ടി വാദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫെമിനിസ്റ്റ് ആശയക്കാരുണ്ട്, എന്താണ് മെയിൽ ഷോവനിസ്റ്റ് എന്ന് പറയുന്ന വേറൊരു വിഭാഗമുണ്ട്. ഇവരൊക്കെ ഉണ്ടാകുമ്പോഴും
ഇവരാരും പലപ്പോഴും പറയാത്തൊരു കാര്യം അല്ലെങ്കിൽ ചിന്തിക്കാത്തൊരു കാര്യമാണ്, ഇവിടെ പുരുഷനേക്കാൾ വളർന്ന സ്ത്രീയും ഉണ്ട്, സ്ത്രീയേക്കാൾ വളർന്ന പുരുഷനും ഉണ്ട്. അതായത് അങ്ങ് രാഷ്ട്രപതി ലെവലിൽ വരെ എത്തിയിട്ടുള്ള പുരുഷനും സ്ത്രീയും ഇവിടെ ഉണ്ട്. അപ്പം പിന്നെ എന്തിനാണ് ഇവർ ഈ തുല്യ അവകാശങ്ങൾ അല്ലെങ്കിൽ തുല്യത, അല്ലെങ്കിൽ പുരുഷൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്ത്രീക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്ത്രീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പുരുഷനും ചെയ്യാൻ പറ്റാവില്ല. അപ്പം ഈ നേച്ചർ അനുസരിച്ച് അല്ലെങ്കിൽ പ്രകൃതിയുടെ ഈ നിയമം ഇന്നതാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ ഇതിൽ ശരിക്കും ചെയ്യേണ്ട ഒരു കാര്യം. അപ്പം അവിടെ കല്യാണത്തിൻ്റെ പേരിൽ കെട്ടിപ്പൂട്ടിയിട്ട് അവിടെ ചെയ്യാൻ പാടില്ല, ഇവിടെ ചെയ്യാൻ പാടില്ല, ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ കുട്ടികൾക്ക് എത്ര പറഞ്ഞാലും കുട്ടികൾക്ക് എല്ലാം ചെയ്തു തരാം, പഠിപ്പിക്കാൻ വിടാം, എല്ലാം തരാമെന്ന് പറഞ്ഞാലും അത് പറയുന്ന പോലെ തന്നെ വിശ്വാസമല്ല. അതെ. പിന്നെ വേറെ ഒന്നും കേട്ടോ, ഇപ്പോൾ രക്ഷിതാക്കൾ ഇപ്പോഴത്തെ തലമുറയിൽ നമ്മളെ പോലത്തെ നമ്മളെ ഏജിലുള്ള അതിൽ കുറച്ചുകൂടി മേലുള്ള രക്ഷിതാക്കളൊക്കെ പെൺകുട്ടികളോട് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു കല്യാണം ഉപ്പാൻ്റെ ഇഷ്ടത്തിന് മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ നാട്ടുകാരൊക്കെ വിളിച്ച് വലിയ സെറ്റപ്പിൽ നടത്തും എന്ന് കരുതി ഉപ്പാക്ക് ലക്ഷങ്ങൾ പൊട്ടിയിട്ടുണ്ട് കല്യാണത്തിന് വേണ്ടി എന്ന് കരുതി മോൾക്കവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും മോൾ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കണ്ട, ഇങ്ങോട്ട് പോര്, 1, 2, 3 നമുക്ക് എന്താക്കാം വിഷയമല്ല. അല്ലെങ്കിൽ അതൊരു ഫസ്റ്റത്തെ കല്യാണം ലക്ഷങ്ങൾ പൊട്ടിച്ച് എന്ന് കരുതി വാപ്പാക്ക് ഒരുപാട് നഷ്ടം വരും, ഞാൻ ഇപ്പോൾ ഇയാളെ ഒഴിവാക്കി പോന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കല്യാണം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ളത് ആ ഒരു ചിന്ത വന്നിട്ട് കുട്ടികളവിടെ പിടിച്ച് നോയി നിന്ന് അവിടുന്ന് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയ്ക്ക് വരരുത് എന്നുള്ള എന്നുള്ള രക്ഷിതാക്കൾ പറയുന്നുണ്ട്, നിങ്ങൾ മോളവിടെ കഷ്ടപ്പെട്ട് നിൽക്കണ്ട, ഈ കല്യാണം നടത്തി വാപ്പാൻ്റെ സന്തോഷത്തിന് നടത്തുകയാണ്, അങ്ങനെ തന്നെ പറയണം, അങ്ങനെ പറയും വേണം. അതിൻ്റെ ഉള്ളിലേ ഇങ്ങനെ പറയുമ്പോഴും ഇതിൻ്റെ ഉള്ളിൽ പല രക്ഷിതാക്കളും ചില ഉമ്മമാർ, അല്ലെങ്കിൽ പഴയ ചില ഉമ്മമാർ സ്ത്രീകളെ അധിക്ഷേപിക്കുകയല്ല, അവർ വന്നുപോയ സാഹചര്യം കൊണ്ടായിരിക്കും ചിലപ്പോൾ പറയണത്. ആണുങ്ങളാവുമ്പം ചിലപ്പം ഒരു തല്ലൊക്കെ തല്ലും, അല്ലെങ്കിൽ ഒരു ഇങ്ങനെയൊക്കെ ഉണ്ടാവും, മോള് അതൊക്കെ ക്ഷമിച്ച് നിൽക്കുക, അത് ശരിയാവും. പക്ഷെ ഈ ശരിയാവും എന്ന് പറയണ അത്രയും കാലം ഇവൻ ശരിയായിട്ട് ഇനി ഒരിക്കലും ശരിയായിട്ടില്ലെങ്കിലും അത്രയും കാലം ആ പെൺകുട്ടീൻ്റെ ലൈഫ് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ഈ പെൺകുട്ടികളെ തിരിച്ചറിഞ്ഞിടത്താണ് രഞ്ജിനി ഹരിദാസ് പറഞ്ഞ ഒരു സാധനം കുറച്ചുകൂടി പ്രസക്തമായിട്ട് വന്നിട്ടുള്ളത്. അപ്പം അതിനൊരു എന്താ പറയുക, ഇതിങ്ങനെ തന്നെ മാറട്ടെ. ഇതൊക്കെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവനവന് ഒരു പാർട്ട്ണർ വേണം എന്ന് തോന്നുന്ന ഒരു സമയം ഉണ്ടാവും. ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും എനിക്കിനി ഒരാളെ ഒരു സപ്പോർട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ, എൻ്റെ കാര്യങ്ങൾ കൂട്ടുകാർക്ക് അപ്പുറത്തുനിന്ന് ഷെയർ ചെയ്യാൻ എനിക്കൊരാൾ വേണം എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുമ്പോഴാണ് ഞാനൊരു പാർട്ട്ണറിനെ കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ ഒരു ഫാമിലി ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചാൽ ഇത്രയും കാലം ഒരു പഴയകാല സിസ്റ്റത്തിനെ തന്നെ ഫോളോ ചെയ്ത് പോകണമെന്ന് വലിയ നിർബന്ധമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പിടിക്കാനും പറ്റില്ല. പക്ഷേ ഒരു പക്ഷേ ഫ്യൂച്ചറിനെ കുറിച്ച് പേടിച്ചിട്ടായിരിക്കും ആൾക്കാർ പറയണത്, നാളെ നിന്നെ നോക്കാൻ ഒരാളുണ്ടാവില്ല, നിൻ്റെ കാര്യത്തിന് ഒരാൾ വരില്ല. കല്യാണം കഴിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഒരിക്കലും ഇത്. അതായത് എൻ്റെ മനസ്സിൽ 50-ാമത്തെ വയസ്സിലാണ് എനിക്കൊരു പാർട്ട്ണറിനെ ഞാൻ കാണുന്നതെങ്കിൽ, ഇങ്ങനെ നിൽക്കുമ്പോൾ ചിലപ്പോൾ പ്രകൃതി ഉണ്ടാവണ്ടേന്ന് എല്ലാ മനുഷ്യർക്കും. ഇപ്പം ഞാൻ പറയട്ടെ, എനിക്ക് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ കാലം മുമ്പേ ഒരു 24-ാമത്തെ വയസ്സിൽ എനിക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ എന്നൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാവർക്കും അങ്ങനെ ആയിരിക്കും തോന്നുന്നുണ്ടാവുക. ഒരു 18 കഴിഞ്ഞ് ഒരു സ്റ്റേജിൽ ഒരു 25-ന് ഇടയിൽ എന്തായാലും എല്ലാ മനുഷ്യർക്കും തോന്നും അവർ പാർട്ട്ണറിനെ കണ്ടുപിടിക്കണം. അപ്പം ആ പാർട്ട്ണറിനെ കണ്ടുപിടിക്കാനുള്ള യഥാർത്ഥ സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണം. അല്ലാതെ മോൻ മൂത്തത് കൊണ്ട് ഓനൊരു 2 വർഷത്തേക്ക് ഗൾഫ് പറഞ്ഞയച്ചിട്ട് വാപ്പടെ കെട്ടിച്ചു വിടലല്ല. അപ്പം ഈ മെച്ചുവേർഡ് അല്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു പാർട്ട്ണറിന് ആവശ്യമില്ലാത്തൊരു സമയത്ത് ഒരാളിൻ്റെ അടുത്ത് വന്നാൽ സ്വാഭാവികമായിട്ട് ഞാൻ ഇറിറ്റേറ്റഡ് ആവും. അപ്പോൾ ഞാൻ കാണുന്നത് പിന്നെന്താണ്, ടിപ്പിക്കൽ ഭർത്താക്കന്മാരെയാണ്. ഇത് ഇത്രയും കാലം വന്നു പോയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ വീട്ടിലെ വാപ്പാനെ ഉമ്മാനെ അവരൊക്കെയാണ്. പോലെ കാണുമ്പോൾ ഞാനും ഇവളോട് എന്ത് പറയണം, അവിടെ നിന്ന് അത് ചെയ്യല്ലേ ഇത് ചെയ്യല്ലേ, അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ ഈ വീട്ടിൽ പോകാൻ പാടുള്ളൂ, ഈ വീട്ടിൽ നിന്ന് വരാൻ പാടുള്ളൂ. ഈ അധികാരം ഉപയോഗിക്കാൻ പഴമക്കാരെ കണ്ടങ്ങോട്ട് പഠിക്കും. പിന്നെ ചില ആളുകൾ എന്ത് ചെയ്യും, ഉപദേശിക്കും. ഫസ്റ്റ് ദിവസമൊക്കെയാണ് തുടക്കത്തിലെ പരിധിയിലാക്കണം, അല്ലെങ്കിൽ കൈവിട്ട് പോകും. അതൊക്കെ ആയിരിക്കുന്നത് അത് അവരെ പൊതുസമൂഹത്തിൽ അവരെ ഇയാളെ വില കുറച്ച് കാണുന്ന ആളൊക്കെ. പക്ഷെ ഇങ്ങനത്തെ ഉപദേശങ്ങളൊക്കെ ഒന്ന് എടുക്കും, റിസ്ക് ഒഴിവാക്കാം. അതിൻ്റെ പരിണത ഫലങ്ങളാണ് ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ ആൾക്കാർ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി എടുത്ത കടുംപിടുത്തങ്ങളും വാശിയൊക്കെ പരിണത ഫലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലൈഫിൽ എപ്പോഴും അവനവൻ്റെ പാർട്ട്ണർ വേണമെന്ന് തോന്നുന്ന സമയത്ത് എന്നെപ്പോലെ തന്നെ അതേ സ്വാതന്ത്ര്യം
അല്ലെങ്കിൽ സ്വൈര്യമായിട്ട് ഇവിടെ ജീവിക്കാനുള്ള ഒരു ഇടം പെണ്ണിനും ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർക്കും ഉണ്ട്. പെണ്ണിനെന്ന് ഞാൻ പറയുമ്പോൾ ഇത് പെണ്ണ് തിരിച്ചും കൊടുക്കണം. അതെ, പെണ്ണ് തിരിച്ചും ഇത് എന്ത് ചെയ്യണം, ഇതിനോട് സഹകരിക്കുക എന്നുള്ളത്, കൊടുക്കുക എന്നുള്ളതല്ല. നമ്മുടെ സ്വാതന്ത്ര്യം ഒരാൾ തരേണ്ടതല്ല, പെണ്ണാണിനോ ആണ് പെണ്ണിനോ കൊടുക്കേണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഈ പരസ്പരം ഒരു എന്താ പറയുക, അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഒരു ഇടമുണ്ട്, അവിടേക്ക് അയാൾ സ്വൈര്യമായി പോട്ടെ എന്ന് ചിന്തിച്ച് പാർട്ട്ണറിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇനി വരാൻ പോണ കുട്ടികൾക്ക് കുറച്ചും കൂടി മെച്ചുവേർഡായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുക. അതൊക്കെ അല്ലാതെ ഇപ്പോൾ ഈ തീരുമാനത്തിൽ നിന്ന് സ്ത്രീകൾ വിവാഹം കഴിക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ നിന്ന് അടുത്ത കാലത്തൊന്നും മാറ്റം വരും തോന്നുന്നില്ല. പക്ഷെ വലിയൊരു അപകടം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന സാധനത്തിനെ എന്ത് പറഞ്ഞാലും ഇവർക്ക് ഒതുക്കി വെക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല. ആണിനോ പെണ്ണിനോ പറ്റുന്നുണ്ടാവില്ല. അത് അവർ പക്ഷേ വളരെ മോശമായ രീതിയിൽ ചിലപ്പം പുറത്ത് സേഫ് അല്ലാത്ത രീതിയിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതൊരു വലിയ ദുരന്തത്തിലേക്ക് നാളെ സൊസൈറ്റീനെ എത്തിക്കും എന്നുള്ളൊരു കാര്യം ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശരിയാണ്. അതുകൊണ്ടാണ് സൊസൈറ്റി ഒരു സിസ്റ്റം ഉണ്ടാക്കിയത്. ആ സിസ്റ്റം ഇവിടെ നിലനിൽക്കണം എന്ന് പറയണത്. പക്ഷെ ആ സിസ്റ്റത്തിന് കുറേ നെഗറ്റീവ്സ് ഉണ്ടെന്നും പുതിയ കാലഘട്ടത്തിൽ ആ സിസ്റ്റത്തിനെ നെഗറ്റീവ്സിനെ മാറ്റണം എന്നുള്ളിടത്ത് പഴയ സിസ്റ്റം വെച്ചിട്ട് പുതിയ കാലഘട്ടത്തിൽ, കാരണം ഇവിടെ പൂക്കാത്തതും കായ്ക്കാത്തതും പ്രകൃതിക്ക് ആവശ്യമില്ല. അതെ അതെ. കാരണം പൂക്കുകയും കായ്ക്കുകയും ചെയ്താലേ ഉള്ളൂ എന്തുണ്ടാവുക, പ്രകൃതി നിലനിൽക്കുക. അപ്പം അവിടെ പ്രകൃതിയുടെ നിയമങ്ങളുണ്ട്, അവിടെ തോന്നലുകൾ ഉണ്ടാവും, മനുഷ്യൻ്റെ തോന്നലുകൾ ഉണ്ടാവും. പാർട്ട്ണറിന് ആവശ്യമുണ്ടെന്ന് തോന്നും, പെണ്ണിനും ആണിനും തോന്നും. ആ സമയത്ത് സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കട്ടെ, അത് സേഫ് ആവട്ടെ. യെസ്.